ലോക കേരള സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 103 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇത്തവണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഓസ്ട്രേലിയ. തൊഴിലിനായി മാത്രമല്ല, വിദ്യാഭ്യാസത്തിനും ടൂറിസത്തിനുമായി നിരവധി പേർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അവിടുത്തെ പ്രവാസി വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാൻ ലോക കേരള സഭയിലെ ഓസ്ട്രേലിയൻ പ്രതിനിധികൾ ചേരുകയാണ്. എനിക്ക് ആദ്യമായി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നവോദയയുടെ എല്ലാ സംസ്ഥാന കമ്മിറ്റികൾക്കും ഹെൽപ്പ് സെൻറ്റർ സ്റ്റുഡൻസിനും അതുപോലെ പുതുതായി മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഹെൽപ്പ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ നവോദയയുടെ വെബ്സൈറ്റിൽ കയറി അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതാത് സ്റ്റേറ്റ് സെക്രട്ടറിമാർ അവരെ നേരിട്ട് ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള മൈഗ്രേഷൻ അസിസ്റ്റൻസ്, ഇനി എന്തെങ്കിലും നിയമകുരുക്കുകൾ പെട്ടാൽ കഴിഞ്ഞാൽ അവർക്ക് വേണ്ട നിയമ സഹായത്തിനുള്ള ഗൈഡൻസ്, ഇതെല്ലാം നവോദയ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2017 മുതൽ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോവിഡിന് ശേഷം വളരെയധികം 4.5 ലക്ഷത്തോളം വിസകളാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇഷ്യൂ ചെയ്തത്. പക്ഷേ അവരുടെ കണക്ക് പ്രകാരം അവർ 2.5 ലക്ഷം വിസകൾ മാത്രമേ അവരുടെ മൈഗ്രേഷൻ പ്ലാൻ അനുസരിച്ച് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ കോവിഡിൻ്റെ ഈ ഒരു തൊഴിൽ എടുക്കാൻ അവിടെ ആളുകളുടെ ഷോർട്ടേജ് കാരണമാണ് അത്രയും വലിയൊരു വിസ ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഓസ്ട്രേലിയയുടെ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് കുറേ മാറ്റങ്ങൾ വരുത്തി സ്റ്റുഡൻറ്റ് വിസയുടെ എണ്ണം കുറക്കുകയും അതുപോലെ മൈഗ്രേഷൻ്റെ തോത് കുറക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ മൈഗ്രേഷൻ സ്ട്രാറ്റജി പ്ലാനിൽ നിന്ന് അവർ അല്പം വ്യതിചലിച്ചതുകൊണ്ട് അവർ ബാക്ക് ടു റിട്ടേൺ അവരുടെ പ്ലാൻ അനുസരിച്ച് പോകണം എന്ന് അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് തീരുമാനിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുകയും ആദ്യം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യക്ക് കിട്ടിയിരുന്ന അത്തരം വിസകൾ ഇനി കുറച്ച് നാളത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് കിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അതുപോലെ തന്നെ അവർ ജെനുവിൻ സ്റ്റുഡൻറ്റ് എൻട്രൻ്റ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ എല്ലാം മാറ്റി ജെനുവിൻ സ്റ്റുഡൻറ്റ് എന്നുള്ള മാത്രം ഒരു ക്രൈറ്റീരിയ കൊടുന്ന് കുറേ ഏറെ നിയമ ഫണ്ടിങ്ങിലുള്ള വ്യത്യാസങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായി വരുന്ന നമ്മൾ ഓസ്ട്രേലിയ സ്റ്റുഡൻസിന് ഏറ്റവും നല്ലൊരു കൺട്രിയാണ്. മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ഈവൺ അമേരിക്കയിൽ വെച്ച് പോലും നോക്കുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള സോഷ്യൽ വെൽഫെയർ മറ്റു രാജ്യങ്ങളിൽ എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും സാധ്യതയുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിലോട്ട് വരാൻ താല്പര്യമുള്ള കുട്ടികൾ ജെനുവിൻ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവർ സെൽഫ് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ആഗ്രഹിക്കുന്നതും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതും നേഴ്സിംഗ് പ്രൊഫഷണലിലാണ്. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക കേരള സഭ അത് വളരെയധികം ഊർജിതമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതുമായ ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയർലൻഡിൽ നിന്നാണെങ്കിലും UK നിന്നാണെങ്കിലും ഗൾഫ് കൺട്രീസിൽ നിന്നാണെങ്കിലും കൂടുതൽ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്, പ്രത്യേകിച്ച് ന്യൂസിലൻഡ് അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും എല്ലാം ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് നഴ്സിംഗ് പ്രൊഫഷനിലൂടെയാണ്. അപ്പോൾ ഇനി വരുന്ന ഒരു വലിയൊരു ജനത മലയാളികൾ പ്രൊഫഷണൽസ് വരാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ നാടുമായിട്ട് കൾച്ചറലി വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഓസ്ട്രേലിയയിലേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന നേഴ്സുമാരുടെ അവരുടെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുന്നതിനും മറ്റു കാര്യമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഓസ്ട്രേലിയൻ സർക്കാരുമായി ആലോചിച്ച് അവരുമായിട്ടുള്ള ആ സ്റ്റാൻഡേർഡൈസിൽ ചെയ്യാൻ പാകത്തിന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവരുടെ വിദ്യാഭ്യാസ സ്ട്രക്ചർ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഘടനകളെല്ലാം നമ്മൾ ഈ ലോക കേരള സഭയിൽ പ്രത്യേകം ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സർക്കാരുകൾ തമ്മിൽ സംസാരിച്ച് അത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്രയോജനം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഹായ്, ഞാൻ ജുമൈല.
നൗറ ഷോഹെവൻ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ അതോടൊപ്പം ഞാൻ മലയാളം മിഷൻ ഒരു നൗറ ചാപ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ദ റൂട്ട് എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഭാഷ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അറബ് മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ അവരുടെ നാടുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയും അവിടെയുള്ള ജനത ഒരു വേര് നഷ്ടപ്പെട്ട ഒരു ജനതയായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് മലയാളം മിഷൻ എന്നുള്ള ഒരു ആശയം, മലയാളം മിഷൻ്റെ ഒരു ചാപ്റ്റർ അവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആശയം എന്നിൽ ഉണ്ടായത്. ഇപ്പോൾ നിലവിലെ ഞങ്ങൾക്ക് 30 സ്റ്റുഡൻസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 6 അധ്യാപകരും അടങ്ങുന്ന ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ദ റൂട്ട് മലയാളം മിഷൻ ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ടി ഞങ്ങൾക്ക് വെന്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയായ വോളങ്ങോങ് യൂണിവേഴ്സിറ്റി. അവരുടെ ഒരു ഷോഹെവൻ ക്യാമ്പസിലെ ഒരു റൂം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്, തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റിൽ. അത് ഞങ്ങൾ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയും നന്ദിയോടു കൂടിയും ഓർക്കുന്നതായിരിക്കും. ഞങ്ങൾ ക്ലാസ് നടത്തുന്നത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം, അത് മിക്കവാറും ശനി ഞായർ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിലാണ് നടത്തി വരുന്നത്. വിസിറ്റ് വിസയിൽ വന്ന് സ്റ്റുഡൻറ് വിസയിലോട്ട് മാറാം എന്ന് കരുതി ആരും ഓസ്ട്രേലിയയിലോട്ട് വരണ്ട. ആ വിസ അങ്ങനെ മാറാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു IT ഓൺടർപ്രണർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളം ഒരു IT ഹബ്ബായിട്ട് മാറുക, വലിയൊരു IT ഹബ്ബായിട്ട് ബാംഗ്ലൂരിനെയോ ഹൈദരാബാദിനെയോ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു IT ഹബ്ബായിട്ട് മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കേരളത്തെ ഒരു കേരളം എന്ന ബ്രാൻഡിനെ ഓസ്ട്രേലിയയിൽ എത്രത്തോളം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, ഇനിയും നടത്തും. അതിനുള്ള നിർദ്ദേശങ്ങൾ ലോക കേരള സഭയിൽ സമർപ്പിക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പൊതുവിൽ ഓസ്ട്രേലിയയിൽ നല്ല ഉയർന്ന തൊഴിൽ സാധ്യതകളും സാഹചര്യങ്ങളുമാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും അവിടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനകൾക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇപ്പോൾ നഴ്സസ് യൂണിയനിലെ ഞങ്ങളുടെ ഷോഹെവൻ ഹോസ്പിറ്റലിലെ ഒരു യൂണിയൻ ഡെലിഗേറ്റ് കൂടിയാണ്. ഞങ്ങളുടെ നഴ്സസ് യൂണിയൻ NSW നഴ്സസ് യൂണിയൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു നഴ്സസ് യൂണിയൻ തന്നെയാണ്. 75,000 മെമ്പേഴ്സുള്ള നഴ്സസ് യൂണിയൻ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആ നഴ്സസ് യൂണിയനിൽ തന്നെ മറ്റൊരു വിങ് ആയിട്ട് ഓവർസീസ് നഴ്സസിന് വേണ്ടിയിട്ട് അവർ മറ്റൊരു വിങ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കൾച്ചറലി ആൻഡ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് പീപ്പിൾ. അതായത് അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള നഴ്സുമാർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനെ മനസ്സിലാക്കാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പറയുന്ന കാൾഡ് ഗ്രൂപ്പ്. അതിനകത്ത് വരുന്ന ആനുവൽ കോൺഫറൻസിൽ വംശീയത എങ്ങനെ കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏതൊക്കെ തലത്തിൽ ഇടപെടണം എന്ന ഒരു ആശയം പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മലയാളം ലാംഗ്വേജ് ഒരു ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ 5 മാർക്ക് കൂടി ഈ മൈഗ്രേഷന് കിട്ടത്തക്ക രീതിയിലുള്ള നാറ്റയുടെ ഒരു സ്കോർ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതിജ്ഞിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനുള്ളത്, ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരോടും അതുപോലെ നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കകത്ത് വരുന്ന മൈഗ്രേഷൻ ഫ്രോഡുകളാണ്. ഈ മൈഗ്രേഷൻ ഫ്രോഡ് എന്ന് പറയുന്നത് അധികം ഇവർ തക്കാളി പറിക്കാനുണ്ട് അല്ലെങ്കിൽ സ്ട്രോബെറി പറിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഏജൻറ്റുമാർ നിങ്ങളെ സമീപിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരാനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഫെഡറൽ ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ വിസിറ്റ് വിസയിൽ വന്ന് സ്റ്റുഡൻറ്റ് വിസയിലോട്ട് മാറാം എന്ന് കരുതി ആരും ഓസ്ട്രേലിയയിലോട്ട് വരണ്ട. ആ വിസ അങ്ങനെ മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ പല മിഡിൽ ഈസ്റ്റിലും ദുബായിലൊക്കെ ആയിട്ട് പല ഫ്രോഡ് കേന്ദ്രങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസ എടുക്കാം, നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ
വിസിറ്റ് വിസയിൽ നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ അവിടെ വന്ന് പ്രൊട്ടക്ഷൻ വിസയിലോട്ട് മാറാം എന്നുള്ള ഇങ്ങനെ പല നുണകളും പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ അങ്ങനെ സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ വന്നുപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ നിയമക്കുരുക്കലും വലിയ ബുദ്ധിമുട്ടിലേക്കുമാണ് എത്തിപ്പെടുക. അപ്പോൾ അത്തരം ഫ്രോഡുകളെ നിങ്ങൾ നോക്കിക്കണ്ട് ശ്രദ്ധിച്ച് വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഓസ്ട്രേലിയയുടെ എല്ലാ വിവരങ്ങളും homeaffairs.com.gov.au നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ, വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസൊക്കെ നവോദയ വെബ്സൈറ്റിലും അതുപോലെ എല്ലാ വെബ്സൈറ്റിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരം വിസ ഫ്രോഡുകൾക്ക് എതിരെയുള്ള കൃത്യമായ ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്തരം ഫ്രോഡുകളിൽ ഒരിക്കലും ഇത്തരം ആളുകൾ പോയി പെടാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നവോദയയുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ മറ്റു മലയാളി സംഘടനകളുടെ ഭാരവാഹികളെ നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ അവർ കൃത്യമായ ഇൻഫോർമേഷൻ തരും. അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയുടെ ക്രൈറ്റീരിയ മാറിയിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ വിവരങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആരും എവിടെയും ഒരു പൈസ പോലും കൊടുത്തു പോകരുത്. ആ പൈസ നഷ്ടപ്പെടുമെന്നല്ലാതെ വേറെ ഒരു കാര്യവും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജീവിതം അവിടെ വന്നാലും ദുസ്സഹമാവും എന്നുള്ളത് തീർച്ചയാണ്.